ബലിയായി തിരുമുമ്പിൽ നൽകാൻ അടിയന്റെ അനുതാപഗാനം അവിടുത്തെ അനുഗ്രഹം അതുമാത്രം അനശ്വരം ഇടയന്റെ വഴി തേടി പാടും ഇടറുന്ന ഹൃദയാദ്രഗാനം അവിടുത്തെ അൾത്താര അതുമാത്രം ആശ്രയം ബലിയായി തിരുമുമ്പിൽ നൽകാൻ അടിയന്റെ അനുതാപഗാനം സങ്കടപ്പെടുന്നതിനെ ആശ്രയിക്കുകയും ചെയ്യുന്നു. തന്റെ വാർത്താശ്രയിക്കണമേ. ജീവന്റെ മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്റെ കർത്താവിനെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ. നല്ല പരത്തു വലമ്പാകെ ആകാശവും ഭൂമി നിരകാകുന്നു. ആകാശഭൂമി ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ. മൃതനായുസ്സും അവരാനന്ദിക്കും. കർത്താവേ നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഭാവപുത്രൻ റൂഹായി പ്രധാനമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമ പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. നിരവധിയാമൻ പാപങ്ങൾ നിരയായും
പ്രാർത്ഥിക്കാൻ സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗ്രഹിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. ഭൂമിയുമായ നിന്റെ ദൃശ്യത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവിന്റെ ആകാശത്തിലും ഭൂമിയിലും സ്ഥിരനാകുന്നു. ഞങ്ങളുടെ ജീവനകാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മൃഗരെല്ലാരും നിന്നെ വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. അന്ത്യമിടാത്തോരവികലബോധം നുകരാൻ ബദരേ മഹിമാവൊഴുകും മണവരയിങ്കൽ ചേർക്കണമീശോ. അഗാധത്തിൽ ഞാൻ വിളിക്കുന്നു, മറ്റൊരു വഹിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. അഗാധത്തിൽ ഞാൻ വിളിക്കുന്നു, കർത്താവേ, മറ്റവരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉദാഹരണം പ്രതീക്ഷ മരണം അടഞ്ഞവരെ മഹിമയോടെ ഉയർത്തിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. സർവത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായേ, നിന്റെ കുരിശിന്റെ അടയാളത്തോടെ അപ്പടിയോടും വാനരങ്ങളിൽ പ്രത്യക്ഷനാവുകയും സ്വർഗ്ഗത്തിന്റെ വാതിൽ തുറക്കപ്പെടുകയും മരിച്ച അക്ഷരായി കവിടുകയും ദുഷ്ടനിൽ കേൾപ്പിക്കുകയും ചെയ്യുന്ന പ്രതീക്ഷകരമായ ദിവസത്തിൽ ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭമാക്കപ്പെട്ട സത്യാജിലേക്ക് ഞങ്ങളുടെ സഹോദരനെ സ്വീകരിക്കണമേ. ഞങ്ങൾ ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. എണ്ണമേറും പാപത്താൽ ഭാരമേറും ജീവിതം, എണ്ണവറ്റിയ വിളക്കുമായി നീടുന്ന ജീവിതം, വീണുടഞ്ഞ മൺപാത്രമാണു ഞാൻ നാഥ, വീണ്ടുമൊരു ജനനം നൽകിയിടേണമേ നാഥ. എണ്ണമേറും പാപത്താൽ ഭാരമേറും ജീവിതം, എണ്ണവറ്റിയ വിളക്കുമായി നീടുന്ന ജീവിതം, കരുണ തോന്നണേ, അലിവു തോന്നണേ, പാപിയാണു ഞാൻ
രോഗവും ദുരിതവും നാൾക്കുനാൾ വളരുന്നു. ദൈവത്തിൻ ആത്മാവ് എന്നിൽ നിർവീര്യമായി പാപമെന്നെ പാതാള വഴിയിലെത്തിച്ചു. കരുണ തോന്നണേ, അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കരുണ തോന്നണേ, അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു എഴുന്നള്ളിടുവാൻ മടിച്ചിടല്ലേ ദൈവമേ. സ്നേഹവും കരുണയും ഒഴുക്കണേ നാഥ. എഴുന്നള്ളിടുവാൻ മടിച്ചിടല്ലേ ദൈവമേ. സ്നേഹവും കരുണയും ഒഴുക്കണേ നാഥ. പത്തിരട്ടി സ്നേഹമോടെ തിരിച്ചു വന്നിടാം. വീണ്ടുമെന്നെ വഹിക്കണേ നിൻ വിരിച്ച ചിറകുകളിൽ. എണ്ണമേറും പാപത്താൽ ഭാരമേറും ജീവിതം. എണ്ണവറ്റിയ വിളക്കുമായി നീങ്ങിടുന്ന ജീവിതം. വീണുടഞ്ഞ മൺപാത്രമാണു ഞാൻ നാഥ. വീണ്ടുമൊരു ജനനം നൽകിയിടേണമേ നാഥ. എണ്ണമേറും പാപത്താൽ ഭാരമേറും ജീവിതം. എണ്ണവറ്റിയ വിളക്കുമായി നീങ്ങിടുന്ന ജീവിതം. കരുണ തോന്നണേ, അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കരുണ തോന്നണേ, അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു സ്നേഹത്തൂവാല കൊണ്ടു തുടയ്ക്കാം എൻ്റെ ഈശോയെ നിൻ പൂമുഖം. സ്നേഹപ്പൂമാല ഞാൻ കൊരുക്കാം ഈശോയെ നിൻ മാറിൽ ചാർത്താം.
സ്നേഹത്തൂവാല കൊണ്ടു തുടയ്ക്കാം എൻ്റെ ഈശോയെ നിൻ പൂമുഖം. സ്നേഹപ്പൂമാല ഞാൻ കൊരുക്കാം ഈശോയെ നിൻ മാറിൽ ചാർത്താം. വാവാ സ്നേഹരാജാവേ എന്നെന്നും എന്നുള്ളിൽ വാഴാം. വാവാ സ്നേഹത്തിൻ പൂനിലാവേ എന്നുള്ളിൽ എൻ ശോഭയേകാം. സ്നേഹത്തൂലിക കൊണ്ടു കുറിക്കാം എൻ്റെ ഈശോയെ നിൻ കീർത്തനം. സ്നേഹത്തൂലിക കൊണ്ടു കുറിക്കാം എൻ്റെ ഈശോയെ നിൻ കീർത്തനം. സ്നേഹത്തൂവലാൽ ഞാനൊരുക്കാം എൻ്റെ ഈശോയെ ഒരു വെൺകിരീടം. എൻ്റെ ഈശോയെ ഒരു വെൺകിരീടം. സ്നേഹപ്പൊൻദീപം ഞാൻ തെളിക്കാം എൻ്റെ ഈശോയെ നീ വരും വഴിയിൽ. സ്നേഹപ്പൂന്തെന്നൽ വിശറിയൊരുക്കാം ഈശോയ്ക്കിളം തെന്നലേകാം. വാവാ സ്നേഹരാജാവേ എന്നെന്നും എന്നുള്ളിൽ വാഴാം. വാവാ സ്നേഹത്തിൻ പൂനിലാവേ എന്നുള്ളിൽ എൻ ശോഭയേകാം. സ്നേഹപ്പൂമണ്ഡപം ഞാനൊരുക്കാം എൻ്റെ ഈശോയെ നിനക്കു വസിക്കാൻ. സ്നേഹപ്പൂമണ്ഡപം ഞാനൊരുക്കാം എൻ്റെ ഈശോയെ നിനക്കു വസിക്കാൻ. സ്നേഹപ്പൂത്താലം ഞാൻ നിരത്താം എൻ്റെ ഈശോയെ വരവേൽക്കുവാനായി. എൻ്റെ ഈശോയെ വരവേൽക്കുവാനായി. വാവാ സ്നേഹരാജാവേ എന്നെന്നും എന്നുള്ളിൽ വാഴാം. വാവാ സ്നേഹത്തിൻ പൂനിലാവേ എന്നുള്ളിൽ എൻ ശോഭയേകാം. വാവാ സ്നേഹരാജാവേ എന്നെന്നും എന്നുള്ളിൽ വാഴാം. ആത്മാവിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും അതോടൊപ്പം തന്നെ സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ നമ്മൾ സജീവമായിട്ട് ഭക്തിപൂർവ്വം പങ്കെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. തോമസേട്ടൻ്റെ കുടുംബാംഗങ്ങൾക്കും പ്രിയപ്പെട്ടവർക്കും ഏറ്റവും കൃത്യമായി ഇടവകയുടെ നാമത്തിലുള്ള അനുശോചനവും അതുപോലെ തന്നെ പ്രാർത്ഥനകളും വാഗ്ദാനം ചെയ്യുന്നു. ഭക്തിപൂർവ്വം നമുക്ക് ഈ തിരുക്കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കാം. ഭഗവാൻ പ്രിയപ്പെട്ട തോമസ് ചേട്ടൻ്റെ ബന്ധുക്കളായിട്ടുള്ള അച്ഛന്മാരാണ് ഇവിടുത്തെ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുക. നമുക്ക് ഭക്തിപൂർവ്വം പങ്കെടുക്കാം. അനുഭവിക്കുന്ന ഭാവികളുടെ നിത്യസങ്കേതമായ ദൈവമേ,
ഞങ്ങളുടെ പാപമോചനത്തിനായി ഈ പനിനീരിനെ ആശ്വദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദനത്തിരികൾ ആസ്വദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ ത്രിത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരാം. മനുഷ്യ ജീവിതം പൊലിക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പുഷ്പം പോലെ വിരിയുന്നു. ചുടുകാറ്റടിക്കുമ്പോൾ വാടിപ്പോവുകയും ചെയ്യുന്നു. അത് നിന്നിരുന്ന സ്ഥലം മനോഹരമായി തീരുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ അനുഗ്രഹമുണ്ടായിരിക്കും. മനുഷ്യ ജീവിതം പൊലിക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. മണ്ണിൽ നിന്ന് ആദ്യത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉദ്ധാരം വഴി നവീകരിക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പോറ്റുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരാം. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതം നിന്റെ മുമ്പിൽ എത്ര നിസ്സാരമാകുന്നു. ക്ഷേമം കൂട്ടുന്നു, അത് ആർക്കു വേണ്ടിയാണെന്ന് അറിയുന്നില്ല. പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കരുണയാൽ ഞങ്ങളെ ശിക്ഷിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്യത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പോറ്റുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരാം. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. കർത്താവേ, അടലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തൊടുവാനിടുവാൻ ദാസന് വരമെന്നരുളേണം. ആശ്രയമഖിലമണയ്ക്കുന്നു മർത്യനു ശരണം നീയല്ലോ. ലോകം വ്യക്തം സകലേശ ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങൾ കർത്താവ് വിശ്വാസിനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായ വിശ്വാസം നിക്ഷേപിക്കും മനുജന് ഞാൻ അന്തിമ ദിവസമുയർപ്പേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു
പകർന്നീടും മർത്യത പുലരുന്നു ക്ഷയമുള്ളോരക്ഷയനാകും മർത്യതയേവം സകലേശൻ നിരയാം നൂതനമാക്കുന്നു ചിറകുളിടത്തി അവരെ സ്വീകരിക്കുന്നു അമ്പരവീതിയിൽ അഖിലേശൻ മിശിഹാരാജനെഴുന്നള്ളും പരിശുദ്ധന്മാരണിയണിയായി എതിരെ പിന്നു നിരന്നീടും ആനന്ദത്തിൻ മണിയറയിൽ സ്ഥിരമായി വാണിടും അവരെല്ലാം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പ്രഭനാം മിശിഹാ കർത്താവേ വാഴ്ത്തിപ്പാടി നമിക്കുന്നേ വിശ്വസിന്റെ വിധാതാവേ നൽകണമേ പുനരുദ്ധാരം പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശാ അതിമുതൽ നീക്കുവാമേ മഹിമയടന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടനെ നിർത്തണമേ നല്ല കരുത്തുവലം പാകെ നൽകണമേ നിത്യായുസ്സൻ പരമോന്നതമാം പരിവേഷം. എന്റെ സഹോദരനെ വിശുദ്ധ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം. എന്റെ സഹോദരനെ മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റുവെന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയും മരിച്ചവരെയും അവനോട് കൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോട് കൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോട് കൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും രക്ഷകനായ ദൈവമേ രാവും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവ് മിശിഹായുടെ സുവിശേഷം. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. ബഹുമാനപ്പെട്ട ആ മഠത്തിന് ഇപ്പോൾ നമുക്കായിട്ട് അനുശോചന സന്ദേശം അറിയിക്കുന്നു. ഈശോയുടെ സ്നേഹം നിറഞ്ഞ ഏറെ പ്രിയപ്പെട്ട അമ്മച്ചി, പ്രിയപ്പെട്ട രജനിയാന്റി, നിഷാന്തങ്ങളെ, വിദേശത്തായിരിക്കുന്ന വേദനയോടെയായിരിക്കുന്ന നിത്യാന്റി, മനോജ് ചേട്ടായി, പ്രിയപ്പെട്ട മക്കളെ, ഏറെ ദുഃഖാർത്ഥരായിരിക്കുന്ന പ്രിയപ്പെട്ട ബന്ധുജനങ്ങളെ, സുഹൃത്തിൻ്റെ നിര്യാണത്തിൽ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ, കേവലം ചില വാക്കുകൾക്ക് ദുഃഖത്തിലകറ്റാനോ ആശ്വസിപ്പിക്കാനോ സാധിക്കുകയില്ലെന്നറിയാം. പക്ഷേ നമ്മുടെ വിശ്വാസത്തിൽ നമ്മോട് കൂടെയായിരിക്കാനായിട്ട് നമ്മുടെ ചാച്ചൻ ഈ ലോകം വിട്ട് സ്വർഗത്തിലേക്ക് പോയിരിക്കുകയാണ്. ഒരു ജീവിതത്തിൽ നിന്നും മറ്റൊരു ജീവിതത്തിലേക്കുള്ള ജനനം, സ്വർഗത്തിലേക്കുള്ള ജനനം, അതാണ് മരണം. പഴയ നിയമത്തിൽ ഹോസിയ പ്രവാചകൻ തന്റെ ഭാര്യയെ നഷ്ടപ്പെട്ട് ദേവാലയത്തിലെത്തി ദൈവത്തിന് മുന്നിൽ വിലപിക്കുന്നൊരു രംഗമുണ്ട്.
അവിടെ ഹോസിയ പ്രവാചകൻ കർത്താവിനോട് വിലപിക്കുന്നു, എന്റെ ദൈവമേ, ഞാൻ അവളെ അത്രയേറെ സ്നേഹിച്ചിരുന്നില്ലേ, പിന്നെ എന്തിന് നീ ഇങ്ങനെ എന്റെ കയ്യിൽ നിന്നും അവളെ പറിച്ചെടുത്തു? അതിനുത്തരമായിട്ട് ഈ പ്രവാചകൻ ദൈവത്തിന്റെ ഒരു സ്വരം കേൾക്കുന്നുണ്ട്, നീ അവളെ അത്രയേറെ സ്നേഹിച്ചിരുന്നെങ്കിൽ ഞാൻ നിന്നെ എത്രയേറെ സ്നേഹിച്ചു. ഹോസിയ, നീ അവളെ അത്രയേറെ സ്നേഹിച്ചിരുന്നെങ്കിൽ ഞാൻ നിന്നെ എത്രയേറെ സ്നേഹിച്ചു. നീയാണ് എനിക്ക് മുഖ്യം, നിനക്ക് വേണ്ടിയാണ് ഇതെല്ലാം. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളോട് പറയുന്നു, നമുക്ക് വേണ്ടി സ്വർഗത്തിലിരുന്ന് നമ്മുടെ സങ്കടങ്ങൾക്ക്, നമ്മുടെ പ്രാർത്ഥനകൾക്ക് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കാനായി നമ്മുടെ ചാച്ചൻ നമുക്ക് മുൻപേ പോയി. മരണം എന്നുള്ളതൊരു അവസാന വാക്കല്ല, ഒരു തുടക്കമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇത്രയും കാലം ആരാധിച്ചിരുന്ന നമ്മുടെ ദൈവത്തോട് നമ്മൾ ഏറ്റവും ചേർന്നിരിക്കുന്ന സമയം, അതാണ് മരണം. അത് വേദനയ്ക്കുള്ളതല്ല, മറിച്ച് സന്തോഷത്തിനുള്ളതാണ്. നമ്മുടെ ചാച്ചൻ നമ്മോട് കൂടെ ശരീരത്തോടെ ഇല്ലെങ്കിലും നമുക്ക് വേണ്ടി നമ്മുടെ ദൈവത്തോട് കൂടി ആയിരിക്കാനായിട്ട് ചാച്ചൻ നമുക്ക് മുൻപേ പോയെന്ന് മാത്രം. ഒരു പൂന്തോട്ടത്തിൽ ഏറ്റവും മനോഹരമായതിന് പൂന്തോട്ടക്കാരൻ ആദ്യം ഇറുത്തെടുക്കുന്നു. കുടുംബത്തിൽ മനോഹരമായതിന് ആദ്യം ദൈവം തൻ്റെ കൂടെയായിരിക്കാനായിട്ട് കൊണ്ടുപോകുന്നു. പ്രിയപ്പെട്ടവരെ, മരണത്തിന് വേദനയുടെ മുഖമുണ്ടെങ്കിലും അതിനപ്പുറത്തേക്ക് അതൊരു പ്രതീക്ഷയുടെ വാതിൽ തുറന്നു തരുന്നുണ്ട്. വേദനയാണെന്നറിയാം, നിങ്ങളെ ആശ്വസിപ്പിക്കാനായിട്ട് വാക്കുകൾക്ക് സാധിക്കുകയില്ലെന്നും അറിയാം. പക്ഷേ ഓർക്കുക, ദൈവത്തോട് കൂടിയായിരിക്കാനായിട്ട്, നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കാനായിട്ട് ചാച്ചൻ നമുക്ക് കൊണ്ടുപോയെന്ന് മാത്രം. ഓർക്കുക, മരണമെന്നുള്ളത് ആകസ്മികതയാണ്. എപ്പോഴോ എവിടെയാണെന്നോ ഉള്ളത് നമുക്കൊരിക്കലും പ്രവചിക്കാനാകുന്നില്ല. ഒരു ഓർമ്മപ്പെടുത്തലാണത്, ദൈവത്തോട് കൂടിയായിരിക്കാനായിട്ട്. നമ്മുടെ ചാച്ചൻ നമുക്ക് മുൻപേ പോയെങ്കിലും തൻ്റെ ജീവിതം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി. ഈ ലോകത്തിൽ തൻ്റെ ജീവിതത്തോട് കൂട്ടിവെച്ച ഭൗമിക സമ്പത്തല്ല തനിക്ക് ഉപകരിച്ചതെന്നും, ഈ ജീവിതത്തിലുണ്ടായിരുന്ന ആത്മീയ യാത്രയിൽ താൻ ശേഖരിച്ചു വെച്ച തൻ്റെ ദൈവത്തോട് താൻ കാണിച്ച വിശ്വസ്തതയായിരുന്നു ഇത്രയും കാലം ജീവിതത്തിലുള്ള ഉണ്ടായിരുന്ന ഉത്തരമെന്നും ചാച്ചൻ തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് മുൻപിൽ തെളിയിച്ചു തന്നു. ആ ഒരു വിശ്വാസത്തെ നമുക്ക് എടുത്തു പറയാം. ആ ഒരു വിശ്വാസത്തിൽ കൂടിയായിരിക്കാനായിട്ട് നമുക്കായിരിക്കാം. വേദനയ്ക്കപ്പുറത്തേക്ക് ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ചാച്ചൻ നമുക്ക് മുൻപേ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്ന ദൈവത്തിന് മുൻപിൽ നമുക്ക് വേണ്ടി മാധ്യസ്ഥനായിട്ട് സ്വർഗസന്നിധിയിലാണ്. നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം, നല്ല തമ്പുരാനെ, ഞങ്ങളുടെ ചാച്ചനെ സ്വർഗഭാഗ്യത്തിൽ തന്നെ ചേർക്കണമേ എന്ന്. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടി നിന്ന് കർത്താവെ, ഈ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായി, നിന്റെ കൽപ്പന ഈ ലോകം വിട്ട് പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാന്തത്തിന് തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗാവുൾത്തായി നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുദ്ധാനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായി, വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായി, കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായി, നിന്റെ ദാസന്റെ പാപങ്ങൾ പൊറുക്കുകയും അയാളുടെ കുർബാനകളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ പിതാവും ആകാശത്തിലെയും ഭൂമിയിലെയും
യാചിക്കും ഞങ്ങളുടെ പാപങ്ങളെ മാറ്റുകയും ചെയ്യുമാറാകട്ടെ. നിന്റെ മഹനീയമായ ദീപത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സത്യഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം. മരണം ഓർക്കുമത്യാനീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അരസര കൂടാതെ. എന്തിനു കരയുന്നു വ്യാകുലമാനസനായി എന്തിനു നീറുന്നു തിരമാലകളാൽ തിങ്ങിമറിഞ്ഞിളകും കടൽ പോലെ. മരണത്തിൻ കാലടി കേൾപ്പൂ ഞാൻ പാപമെനിക്കുള്ളിൽ തേടി വളർത്തുന്നു. സാത്താൻ നിറയും കവിയോടെ സതതമലർത്തുന്നു. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു. ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി. എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ പടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ പ്രത്യേക വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. പാപങ്ങൾ നീക്കും ദൈവത്തിൻ കുഞ്ഞാടിതാ ഈ ഭൂവിനായി ദൈവം നൽകും ജീവന്റെ അപ്പമിതാ. ഈ ലോക പാപങ്ങൾ നീക്കും ദൈവത്തിൻ കുഞ്ഞാടിതാ ഈ ഭൂവിനായി ദൈവം നൽകും ജീവന്റെ അപ്പമിതാ. ഓ ദിവ്യകാരുണ്യമേ, ഓ സ്നേഹവാത്സല്യമേ, ആരാധന ആരാധന ഇന്നുമെന്നേരവും ആരാധന. ഓ ദിവ്യകാരുണ്യമേ, ഓ സ്നേഹവാത്സല്യമേ, ആരാധന ആരാധന ഇന്നുമെന്നേരവും ആരാധന.
കാരുണ്യമായി ദൈവം മാറുന്നതെന്തിനു? കാരുണ്യമായി നമ്മെ മാറ്റിയിടുവാൻ. കാരുണ്യമായി ദൈവം മാറുന്നതെന്തിനു? കാരുണ്യമായി നമ്മെ മാറ്റിയിടുവാൻ. വാത്സല്യമായി ദൈവം തീരുന്നതെന്തിനു? വാത്സല്യമോടെ നാം വാണിടുവാൻ. വാത്സല്യമായി ദൈവം തീരുന്നതെന്തിനു? വാത്സല്യമോടെ നാം വാണിടുവാൻ. ഓ ദിവ്യകാരുണ്യമേ, ഓ സ്നേഹവാത്സല്യമേ, ആരാധന ആരാധന ഇന്നുമെന്നേരവും ആരാധന. ഓ ദിവ്യകാരുണ്യമേ, ഓ സ്നേഹവാത്സല്യമേ, ആരാധന ആരാധന ഇന്നുമെന്നേരവും ആരാധന. ആനന്ദമായി ദൈവം മാറുന്നതെന്തിനു? ആത്മീയ സന്തോഷം നൽകിയിടുവാൻ. ആനന്ദമായി ദൈവം മാറുന്നതെന്തിനു? ആത്മീയ സന്തോഷം നൽകിയിടുവാൻ. അലിയുന്ന രൂപത്തിൽ ആകുന്നതെന്തിനു? എന്നിൽ അലിയുന്ന ദൈവമാകാൻ. അലിയുന്ന രൂപത്തിൽ ആകുന്നതെന്തിനു? എന്നിൽ അലിയുന്ന ദൈവമാകാൻ. ഈ ലോക പാപങ്ങൾ നീക്കും ദൈവത്തിൻ കുഞ്ഞാടിതാ. ഈ ഭൂവിനായി ദൈവം നൽകും ജീവന്റെ അപ്പമിതാ. ഈ ലോക പാപങ്ങൾ നീക്കും ദൈവത്തിൻ കുഞ്ഞാടിതാ. ഈ ഭൂവിനായി ദൈവം നൽകും ജീവന്റെ അപ്പമിതാ. ഓ ദിവ്യകാരുണ്യമേ, ഓ സ്നേഹവാത്സല്യമേ, ആരാധന ആരാധന ഇന്നുമെന്നേരവും ആരാധന. ഓ ദിവ്യകാരുണ്യമേ, ഓ സ്നേഹവാത്സല്യമേ, ആരാധന ആരാധന ഇന്നുമെന്നേരവും ആരാധന. അണയുന്നേശോ
ഏൽപ്പിക്കണമേ. എന്ന് പറഞ്ഞാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവനെയും മരണത്തിന്റെയും നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരനാകുന്നു. ജീവനെയും മരണത്തിന്റെയും നാഥൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വര. ദൈവത്തിനെ ഞാൻ നിന്നോട് യാത്ര പറയുന്നു. മാമോദീസയെ വിശദീകരിക്കുകയും പരിശുദ്ധ കുർബാനയാൽ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു ഉദാശനാൽ എന്റെ ആത്മാവിനെ പ്രഭാവനം ചെയ്യുകയും ചെയ്ത പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് പകരം പറയുന്നു. എന്റെ പിതാക്കന്മാരെ പുരോഹിതരെ ദൈവവചനത്താൽ എന്റെ ആത്മാവിനെ പോഷണം നൽകിയ ദൈവത്തോട് ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങൾക്കാർക്ക് പോകുന്നെങ്കിലും എന്റെ സ്നേഹം നിന്നോട് കൂടി ഉണ്ടായിരിക്കും. സ്വർഗ്ഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നതുവരെ നിങ്ങളെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തുടർന്ന് പ്രദക്ഷിണമായിട്ട് പ്രാർത്ഥനയോടും ശ്രദ്ധയിലേക്ക് പോവുകയാണ്. ശ്രദ്ധയിലെ ശുശ്രൂഷ ശേഷം 4 മണിക്ക് പള്ളിയിൽ വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കുന്നു. ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. പരിമിതമാമീ ലോകത്തിൽ കടമകളെല്ലാം തീരുന്നേ. പരമപിതാവിൻ ചാരത്ത് പുതിയൊരിടം ഞാൻ തേടുന്നേ. നെറുകയിലൊടുവിൽ മുത്തുമ്പോൾ കരയരുതേ, നീ പിടയരുതേ. മൃതിതൻ പടികൾ കയറുമ്പോൾ തുണതരണേ നിൻ പ്രാർത്ഥനയാൽ. സ്മൃതികളിലെന്നെ ചേർക്കേണേ ഒരു പിടി മണ്ണിൽ പൊതിയുമ്പോൾ. ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. പരിമിതമാമീ ലോകത്തിൽ കടമകളെല്ലാം തീരുന്നേ. പരമപിതാവിൻ ചാരത്ത് പുതിയൊരിടം ഞാൻ തേടുന്നേ. ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. സ്നേഹം തന്നോരൻ പ്രിയരെ ദേഹം വെടിയും നേരത്ത് മിശിഹാ തന്നുടെ നാമത്തിൽ നന്ദി പറഞ്ഞു മടങ്ങട്ടെ.
നന്ദി പറഞ്ഞു മടങ്ങട്ടെ, നന്ദി പറഞ്ഞു മടങ്ങട്ടെ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. ദേഹമെന്നൊരാ വസ്ത്രമൂരി ഞാൻ 6 അടി മണ്ണിലാഴ്ത്തവേ, ഭൂമിയെന്നൊരാ കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ. മാലാഖമാരും ദൂതരും മാറി മാറി തുടർന്നു പോ. ആധിവ്യാധികൾ അന്യമായി കർത്താവേ കർത്താവേ, നിന്റെ ദാസന്റെ ആത്മാവിനെ നീതിമാന്മാരുടെ രാജ്യത്ത് പ്രവേശിപ്പിക്കണമേ. മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മരണവിധേയനാക്കുകയും ചെയ്യുന്ന ദൈവമേ, നിന്റെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കവരിടം എത്ര മനോഹരമാകുന്നു. ഇഷ്ടവും വിശുദ്ധ ദൈവത്താൽ അഭിഷിക്തവുമായ ഈ ശരീരത്തിന് നിന്റെ ദൈവപുത്രന്റെ 2ാമത്തെ ആത്മനം വരെ വിശ്രമം നൽകേണ്ട ഈ കബറിടം നീ പവിത്രീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം. മഹാഗുരു എന്നെ തളിക്കുക, ഞാൻ നിർമ്മലനാകും. ഇയാളെ ആശ്വസിപ്പിക്കണമേ. അപ്പനെ കേട്ടു ഞാൻ മഞ്ഞിനേക്കാൾ നന്മയുള്ളവനാകും. കർത്താവിൽ ദിവസത്താൽ ഇപ്പോഴും പൂർത്തീകരിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പുത്രനും സ്തുതിയും ബഹുമാനവും സമർപ്പിക്കാം ആദ്യം മുതൽ എന്നേക്കുമാമേ. ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ കർത്താവേ ഇല്ല തെല്ലുമേ. എത്തി ഞാനെത്തി സന്നിധേ ഇത്ര നാൾ കാത്ത സന്നിധേ. കൊടിയിലേക്ക് തന്നെ മടങ്ങും ദൈവം നിന്നെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടെ അവസാന ദിവസം തന്റെ വർദ്ധവാദത്തെ നീ സ്വീകരിച്ച വിശുദ്ധ പ്രകാശങ്ങൾ ദൈവത്തിന്റെ ന്യായാസനത്തിങ്കൽ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവുപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം. മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. പോകുമ്പോ കഴിയുന്നു യാത്ര
എത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറന്നിടാം. എത്തുന്നേ ഞാനെന്നാഥന്റെ ചാരി പിറ്റേന്നൊപ്പമുണർന്നിടാം. സ്നേഹ
ദൈവം എനിക്കു തന്ന സ്നേഹസമ്മാനം ഈ ജീവിതം സ്വന്തരൂപവും ഭാവവുമായി മെനഞ്ഞെടുത്തെന്നെ തൻ്റെ കൈകളാൽ ജീവിതം ഞാൻ ദൈവമേ കാഴ്ചയേകുന്നു ഹൃദയ തമ്പുരുമീട്ടി ഞാൻ നന്ദിയേകുന്നു 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 എൻ്റെ ദൈവം എനിക്കു തന്ന സ്നേഹസമ്മാനം ഈ ജീവിതം സ്വന്തരൂപവും ഭാവവുമായി മെനഞ്ഞെടുത്തെന്നെ തൻ്റെ കൈകളാൽ മണ്ണിൽ നിന്റെ ശ്വാസമൂതി ജീവനേകി നീ എൻ്റെ ഓരോ ശ്വാസവും ഇനി നിന്റേതാണല്ലോ മനമിടിഞ്ഞാലും മിഴികൾ നീരണിഞ്ഞാലും ഭാരമേറും കുരിശു പേറി ഞാൻ തളർന്നാലും എൻ്റെ ജന്മം പൂർണ്ണമായി നിനക്കു നൽകാം എൻ്റെ ദൈവം എനിക്കു തന്ന സ്നേഹസമ്മാനം ഈ ജീവിതം കുരിശിലന്നു നിന്റെ ജീവൻ ബലിയണച്ചതുപോ മിന്നിമായും മൺചേരാതായി ഞാൻ മറഞ്ഞാലും ഇടറി വീണാലും മനസ്സിൽ ദൈവം തന്നെ നീതിമാന്മാരോടും വിശുദ്ധന്മാരോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർപ്പും മഹനീയമായ നിത്യജീവനും നൽകി സ്വർഗരാജ്യമാകുന്ന അവസരത്തിലേക്ക് ഇയാളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടുപോയ മിശിഹായുടെ ഭൗതിക ശരീരത്തിലെ ഈ അംഗത്തെ അനുഗമിക്കുകയും ഈ മൃതസംസ്കാരത്തിൽ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത് നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുമാറാകട്ടെ. അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. തൻ്റെ കൈകളാൽ ജീവിതം ഞാൻ ദൈവമേ കാഴ്ചയേകുന്നു ഹൃദയ തമ്പുരുമീട്ടി ഞാൻ നന്ദിയേകുന്നു 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 എൻ്റെ ദൈവം എനിക്കു തന്ന സ്നേഹസമ്മാനം ഈ ജീവിതം സ്വന്തരൂപവും ഭാവവുമായി മെനഞ്ഞെടുത്തെന്നെ തൻ്റെ
കൈകളാൽ ഇതാ ദൈവം ഭൂമിയിൽ വന്നു, മർത്യനു മന്നയായി തീർന്നു. ഇതാ ദൈവം സ്വർഗത്തിൽ നിന്നും ഭൂവിന്നു ഭോജ്യമായി വന്നു. ഇതാ ദൈവം ഭൂമിയിൽ വന്നു, മർത്യനു മന്നയായി തീർന്നു. ഇതാ ദൈവം സ്വർഗത്തിൽ നിന്നും ഭൂവിന്നു ഭോജ്യമായി വന്നു. ദൈവ